നമസ്കാരം. ഫുട്ബോൾ ലൈവിലേക്ക് അവർക്കും സ്വാഗതം. വളരെ പ്രൗഢഗംഭീരമായിട്ടുള്ളൊരു ഉദ്ഘാടന ചടങ്ങാണ് ഇന്നലെ പാരീസ് ഒളിമ്പിക്സിനുണ്ടായത്. അതിമനോഹരം നയനഹാരിയായിട്ടുള്ള ഒരു ഉദ്ഘാടന ചടങ്ങ് എന്നതിനപ്പുറം കൺവെൻഷനലായിട്ടുള്ള പല രീതികളും അത് മാറ്റിക്കുറിച്ചു. സെയിൻ നദിയിലൂടെയുള്ള താരങ്ങളുടെ മാർച്ച് പാസ്റ്റ്. സാധാരണ മാർച്ച് പാസ്റ്റ് നമുക്കറിയാം സ്റ്റേഡിയത്തിനകത്താണ് ഉണ്ടാവാറുള്ളത്. ഇത് സെയിൻ നദിയിലൂടെയാണ് തങ്ങളുടെ രാജ്യങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് താരങ്ങൾ ഇങ്ങനെ ഒഴുകിപ്പോയത്. നദിയും നദിക്കരയും ചുറ്റുവട്ടത്തുള്ള കെട്ടിടങ്ങളും കുഞ്ഞു മൈതാനങ്ങളും ഒക്കെ ഉൾപ്പെടുത്തി നയനഹാരിയായിട്ടുള്ള പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു ഉദ്ഘാടന ചടങ്ങ്. പക്ഷെ അതിനിടയ്ക്ക് ബ്രസീലിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു നടപടി വലിയ രൂപത്തിൽ വിമർശനങ്ങൾക്ക് വഴിവെച്ചു. ഒടുവിൽ അവർ മാപ്പും പറഞ്ഞു. വംശീയമായിട്ടുള്ള ഒരു പോസ്റ്റ് ഇടുകയാണ് ചെയ്തത് ആ ഘട്ടത്തിൽ ബ്രസീലിയൻ സ്പോർട്സ് മിനിസ്ട്രിയുടെ എക്സ് അക്കൗണ്ടിൽ. ഇപ്പം നമുക്കറിയാം ഈ വംശീയത വലിയ രൂപത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സമയം എല്ലാ കാലത്തുമുണ്ട്. ഇപ്പോഴും അത് മാറാതെ ഈ ഒളിമ്പിക്സ് പോലുള്ള വേദികളിൽ പോലും നമ്മൾ കാണുന്നു, കായിക ഇനങ്ങളിൽ കാണുന്നു. വേണ്ട, കോപ്പ അമേരിക്ക ജയിച്ചിട്ട് എന്താ അർജന്റീനയുടെ താരങ്ങൾ പാടിയ ചാൻഡ് വിവാദമായത്? അവർ ഫ്രഞ്ച് ഫുട്ബോൾ താരങ്ങളെ വംശീയമായി അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള വളരെ മോശമായിട്ടുള്ള ചാൻഡ് പാടി. എന്നിട്ടത് എൻസോ ഫെർണാണ്ടസ് എന്ന താരം ലൈവ് ഇടുകയും ചെയ്തു. വലിയ വിവാദമായി. ഫിഫക്ക് വരെ പരാതി പോയി. അതുപോലെ കളിക്കളത്തിൽ മാത്രം നിൽക്കാതെ പുറത്തേക്കത് പടർന്നു. ഫ്രഞ്ച് സ്പോർട്സ് മിനിസ്റ്റർ അതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചു. അർജന്റീന എന്ന രാജ്യത്തിൻ്റെ വൈസ് പ്രസിഡന്റ് തൻ്റെ താരങ്ങളെയും രാജ്യത്തെയും ന്യായീകരിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടതിൽ ഫ്രാൻസിനെതിരെ മറ്റ് ചില ആരോപണങ്ങൾ കൂടി വന്നപ്പോൾ ഒടുവിൽ മാപ്പ് പറയേണ്ട സ്ഥിതിയിലേക്ക് എത്തി. ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള വാർത്തയാണ്. ഇതിൻ്റെ ഒരു തുടർച്ച നമ്മൾ പാരീസിലെ ഒളിമ്പിക്സിലും കാണുന്നുണ്ട്. അർജന്റീന ഒളിമ്പിക്സ് ഫുട്ബോളിലെ ആദ്യ കളിക്ക് വേണ്ടിയിട്ട് മൊറോക്കോക്കെതിരെ കളിക്കാനിറങ്ങിയപ്പോൾ വലിയ രൂപത്തിലുള്ള കൂവലുകൾ, അവരുടെ ദേശീയ ഗാനം പോലും കൂവി വിളിക്കപ്പെട്ടു. കഴിഞ്ഞില്ല റഗ്ബി മത്സരം, അർജന്റീന വേഴ്സസ് ഫ്രാൻസ് മത്സരം തുടർച്ചയായി കൂവി അർജന്റീനക്കാരെ. അതുകൊണ്ട് മാത്രമല്ല, അവിടെയും അവരുടെ ദേശീയ ഗാനത്തെ കൂവി വിളിച്ചു. ഇങ്ങനെയൊക്കെയുള്ളൊരു അന്തരീക്ഷം നിൽക്കുകയാണ്. അതിനിടക്കാണ് ബ്രസീലിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു പോസ്റ്റ് വിട്ടത്. ആ സെയിൻ നദിയിൽ മാർച്ച് പാസ്റ്റ് ആരംഭിക്കുന്നതിന് മുമ്പ് എക്സ് അക്കൗണ്ടിലൂടെ ഒരു പോസ്റ്റ് ഇടുന്നു ബ്രസീലിൻ്റെ മിനിസ്ട്രി ഓഫ് സ്പോർട്സ്. ആ പോസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു ചിമ്പാൻസി ബോട്ട് ഓടിക്കുന്ന ചിത്രം. എന്നിട്ട് പറയുകയാണ്, എല്ലാവരും നമ്മുടെ ബോട്ട് വെയിറ്റ് ചെയ്യുകയാണ് എന്ന്. അങ്ങനെയാണ് പോസ്റ്റ് ഇട്ടിരുന്നത്. ഓഫ് കോഴ്സ് അത് വലിയ രൂപത്തിലുള്ള പ്രശ്നമായി. വംശീയമായിട്ട് സ്വന്തം താരങ്ങളെ തന്നെ അധിക്ഷേപിക്കുന്ന തരത്തിലാണോ പോസ്റ്റ് ഇട്ടത് എന്ന രൂപത്തിലാണ് പിന്നീട് അത് ചർച്ച ചെയ്യപ്പെട്ടത്. ഏതായാലും ഇൻ റെസ്പോൺസ് മിനിസ്ട്രി ഓഫ് സ്പോർട്സ് അപ്പോളജൈസ് ചെയ്തു. എന്ന് മാത്രമല്ല, ആരാണോ ആ എക്സ് അക്കൗണ്ട് മാനേജ് ചെയ്യാൻ ഉത്തരവാദിത്വം ഉണ്ടായിരുന്ന അയാൾ പുറത്താക്കി. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ഇറക്കി. അതാണ് മിനിസ്ട്രി ഓഫ് സ്പോർട്സ് ഇതുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി. സ്റ്റേറ്റ്മെൻറ്റിൽ അവർ പറയുന്നത്, മിനിസ്ട്രി ഓഫ് സ്പോർട്സ് വളരെ ഡീപ്ലി ഈ കാര്യത്തിൽ റിഗ്രറ്റ് ചെയ്യുകയാണ്, മാപ്പ് പറയുകയാണ്. ഒരു തെറ്റായിട്ടുള്ള, ഒരു ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഇമേജ് പബ്ലിഷ് ചെയ്തു. അതൊരു വലിയ മിസ്റ്റേക്കാണ്. ഒളിമ്പിക് ഗെയിംസിൻ്റെ ഓപ്പണിംഗ് സെറമണിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോസ്റ്റ് വലിയ ഒരു തെറ്റാണ്. ആ പബ്ലിക്കേഷൻ ഇമ്മീഡിയറ്റ്ലി ഞങ്ങൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. അതിൽ വളരെ ഒഫൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് റിമൂവ് ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ മറ്റ് നടപടികളിലേക്ക് കടന്നിട്ടുമുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ള അതിൻ്റെ പുറകിൽ വന്നിട്ടുള്ള ആളെ ഞങ്ങൾ പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതോടൊപ്പം തന്നെ ഞങ്ങൾ റീഅഫേം ചെയ്യുകയാണ്, എല്ലാ തരത്തിലുള്ള വംശീയമായിട്ടുള്ള വേർതിരിവുകൾക്കും ഞങ്ങളെതിരെയാണ്. മിനിസ്ട്രി അത് തടയാൻ വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള മെഷേഴ്സും എടുക്കും എന്നാണ് ഇപ്പോൾ ബ്രസീലിയൻ സ്പോർട്സ് മിനിസ്ട്രിയുടെ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത്. സോ ഒരു തമാശയ്ക്ക് ചെയ്തതോ അല്ലെങ്കിൽ അത്തരത്തിൽ ചെയ്തതോ എന്ന് വേണമെങ്കിൽ വാദിക്കാം. പക്ഷെ ഇത്തരം ഘട്ടങ്ങളിൽ ഇങ്ങനത്തെ പോസ്റ്റുകൾ ഇട്ടാൽ അത് തിരിച്ചടിയാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്രതീക്ഷിതമായിട്ട് ബ്രസീലിൻ്റെ ഭാഗത്തുനിന്ന്, ബ്രസീലിയൻ സ്പോർട്സ് മിനിസ്ട്രിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള ഈ പോസ്റ്റ് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. എന്തായാലും ഉടനെ അത് ഡിലീറ്റ് ചെയ്തു. പക്ഷെ അതിനു മുമ്പ് തന്നെ ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞിരുന്നു. അതിൻ്റെ സ്ക്രീൻഷോട്ടുകളും മറ്റുമൊക്കെ പരക്കുകയും ചെയ്തു. ഒടുവിൽ അവരതിൽ മാപ്പ് പറയുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും ഇനിയും കളിക്കളങ്ങളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വലിയ പരിശ്രമങ്ങൾ ആവശ്യമുണ്ട്.
അപ്പോൾ ഫുട്ബോളിൽ മാത്രമല്ല മറ്റ് മേഖലകളിലും നമ്മളിത് കാണുന്നതാണ്. ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യം. മനുഷ്യനെ തൊലിയുടെ നിറം കൊണ്ട് വേർതിരിച്ച് കാണുന്ന അധമമായിട്ടുള്ള ചിന്താഗതി മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള പരിശ്രമം ഇനിയും തുടരേണ്ടിയിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.